അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഹാമിൽട്ടൺ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കൺസർവേറ്റീവ് സിസ്റ്റത്തിന് അതിൻ്റെ മോഷൻ T1 തൊട്ട് T2 വരെയുള്ള മോഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈൻ ഇൻ്റഗ്രൽ ഈസ് സച്ച് ദാറ്റ് S ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ T1 ടു T2 LDT. ഇവിടെ L എന്ന് പറയുന്നത് T-V ലഗ്രാഞ്ചിയനാണ്. അപ്പോൾ ഒരു കൺസർവേറ്റീവ് സിസ്റ്റത്തിന് അതിൻ്റെ മോഷൻ T1 തൊട്ട് T2 വരെയുള്ള സമയത്തിൻ്റെ മോഷനിൽ അതിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് S ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ T1 ടു T2 LDT ആണ്. അവിടെ ഈ എസ്സിന് ലൈൻ ഇൻ്റഗ്രലിന് സ്റ്റേഷനറി വാല്യൂ ആയിരിക്കും എന്നാണ് ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ഫോർ എ കൺസർവേറ്റീവ് ഹോളോനോമിക് സിസ്റ്റം ഫോർ ദ മോഷൻ ഫ്രം ടൈം T1 ടു T2 ദ ലൈൻ ഇൻ്റഗ്രൽ ഈസ് S ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ T1 ടു T2 LDT വിത്ത് L ഈസ് ഈക്വൽ ടു T-V. ഇറ്റ് ഹാസ് സ്റ്റേഷനറി വാല്യൂസ് ഫോർ കറക്റ്റ് പാത്ത് ഓഫ് മോഷൻ. ഇവിടെ എസ് എന്ന് പറയുന്നത് ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ നമുക്ക് ഈ ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ പ്രിൻസിപ്പിൾ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഡെൽ ഇൻ്റഗ്രൽ T1 ടു T2 LDT ഈസ് ഈക്വൽ ടു 0. ഹിയർ L ഈസ് T-V ആൻഡ് ഡെൽ ഈസ് ദി വേരിയേഷൻ. അപ്പോൾ ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് for a conservative holonomic system its motion from T1 to T2 is such that its line integral S is equal to integral T1 to T2 LDT has stationary values for correct path of motion. ഇവിടെ എസ് എന്ന് പറയുന്നത് ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിളാണ്. എസ് എന്ന് പറയുന്നത് ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ. അപ്പോൾ ടോട്ടലി നമുക്ക് ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, the principle can be expressed as del integral T1 to T2 LDT is equal to 0. ഇതാണ് ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഫോർ എ കൺസർവേറ്റീവ് ഹോളോനോമിക് സിസ്റ്റം ഇറ്റ്സ് മോഷൻ ഫ്രം ടൈം T1 to T2 is such that its line integral S is equal to integral T1 to T2 LDT has stationary values for correct path of motion. ഇവിടെ S എന്ന് പറയുന്നത് is the Hamilton's principal function. The principle can be expressed as del integral T1 to T2 LDT is equal to 0. ഇവിടെ del എന്ന് പറയുന്നതാണ് വേരിയേഷൻ. അടുത്ത നമുക്ക് പറയാനുള്ളത് ടെക്നിക്സ് ഫോർ കാൽക്കുലസ് ഓഫ് വേരിയേഷൻ ആണ്. സം ടെക്നിക്സ് ഫോർ കാൽക്കുലസ് ഓഫ് വേരിയേഷൻ. അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സം ടെക്നിക്സ് ഫോർ കാൽക്കുലസ് ഓഫ് വേരിയേഷൻ ആണ്. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, രണ്ട് പോയിൻ്റ് x1 y1 എന്ന് പറയുന്ന പോയിൻറ്റും x2 y2 എന്ന് പറയുന്ന പോയിൻ്റ് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ടുള്ള ഒരു ട്രാൻസിഷനിൽ അവിടെ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഇവിടെ പറയുന്നതെന്ന് പറയുന്നത്. കൺസിഡർ എ ഫംഗ്ഷൻ f of y dot x. Consider a function y dot x defined
consider a function f of y, y dot x defined on a path y is equal to y of x between two values x1 and x2. ഇനി for a particular path y of x, the line integral is for a particular path y of x, the line integral is j is equal to integral t1 to t2 f of y, y dot x dx. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത് എഫ് ഓഫ് വൈ, വൈ ഡോട്ട് എക്സ് ഡിഫൈൻഡ് ഓൺ ദ പാത്ത് വൈ ഈസ് ഈക്വൽ ടു വൈ ഓഫ് എക്സ് ബിറ്റ്വീൻ ടു വാല്യൂസ് x1 ആൻഡ് x2. അപ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ വൈ ഓഫ് എക്സിന് ഇവിടെ ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ജെ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ t1 ടു t2 എഫ് ഓഫ് വൈ, വൈ ഡോട്ട് എക്സ് ഡി എക്സ്. ഇനി ഇവിടെ എക്സ് എന്ന് പറയുന്നത് പ്ലേസ് ദ റോൾ ഓഫ് ടി. ഹിയർ എക്സ് പ്ലേസ് ദ റോൾ ഓഫ് ടി. പിന്നെ ഇവിടെ കറക്റ്റ് പാത്ത് എന്ന് പറയുന്നത് ദ കറക്റ്റ് പാത്ത് ഈസ് ഗിവൺ ബൈ y of x, ആൽഫ വിത്ത് y of x, 0. ഇനി നമ്മളൊരു ഫംഗ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ if we select a function eta of x which vanish at x equal to x1 and x equal to x2. We select a function which vanish at eta of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് അത് വാനിഷ് ചെയ്യും ഇവിടെയൊക്കെ x1ലും x2ലും. ഇനി ഒരു പാത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ the varied path are given by y of x, alpha equal to y of x, 0 plus alpha eta of x. ഇതാണ് വേരിയഡ് പാത്ത് എന്ന് പറയുന്നത്. ദ വേരിയഡ് പാത്ത് ആർ ഗിവൺ ബൈ y of x, alpha is equal to y of x, 0 plus alpha eta of x. ഇവിടെ ബോത്ത് y of x and auxiliary function eta of x, both y of x and auxiliary function eta of x are well behaved function. നമ്മൾ രണ്ട് ഫങ്ഷൻസ് സെലക്ട് ചെയ്യുകയാണ്. വൈ ഓഫ് എക്സും ഈറ്റ ഓഫ് എക്സ് എന്ന് പറയുന്നത് വെൽ ബിഹേവ്ഡ് ഫങ്ഷൻസ് ആണ്. അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് കണ്ടിന്യൂസും ആണ് നോൺ സിംഗുലറും ആണ്. ദേ ആർ വിച്ച് ഈസ് കണ്ടിന്യൂസ് ആൻഡ് നോൺ സിംഗുലർ ബിറ്റ്വീൻ x1 ആൻഡ് x2. ഇനി നമ്മൾ നേരത്തെ ജെ എന്ന് പറയുന്നത് എഫിൻ്റെ ടേംസിൽ എഴുതിയായിരുന്നു. ഇനി ജെ എന്ന് പറയുന്നത് ആൽഫയുടെ ടേമിൽ എഴുതി കഴിഞ്ഞാൽ ജെ ഈസ് ഓൾസോ എ ഫങ്ഷൻ ഓഫ് ആൽഫ ആൻഡ് ഈസ് ഗിവൺ ബൈ ജെ ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഓഫ് എക്സ്, ആൽഫ y dot of x, alpha x dx. പിന്നെ ഇനി ദ കണ്ടീഷൻ ഫോർ ഒബ്റ്റൈനിങ് സ്റ്റേഷനറി പോയിന്റ്. ഒരു സ്റ്റേഷനറി പോയിന്റ് ഒബ്റ്റൈൻ ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ദ കണ്ടീഷൻ ഫോർ ഒബ്റ്റൈനിങ് എ സ്റ്റേഷനറി പോയിന്റ് ഈസ് the condition for obtaining a stationary point is dj by d alpha at alpha is equal to 0 equal to 0. The condition for obtaining
a stationary point is dj by d alpha at alpha is equal to 0 equal to 0. ഇവിടെ dj by d alpha എന്ന് പറയുന്നത് integral x1 to x2 dou f by dou y into dou y by dou alpha plus dou f by dou y dot into dou y dot by dou alpha into dx. ഇതാണ് ഡി ജെ ബൈ ഡി ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജെ എന്ന് പറയുന്നത് ആൽഫയുടെ ടേമിൽ, അതായത് നേരത്തെ വൈ ഡോട്ട് എക്സിൻ്റെ ടേമിലായിരുന്നു, അത് ആൽഫയുടെ ടേമിൽ നമ്മൾ ജെ എഴുതി. ഇനി സ്റ്റേഷനറി പോയിന്റിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡി ജെ ബൈ ഡി ആൽഫ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഡി ജെ ബൈ ഡി ആൽഫ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ x1 to x2 ഡോ എഫ് ബൈ ഡോ വൈ ബൈ ഡോ ആൽഫ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഡോട്ട് ബൈ ഡോ ആൽഫ ഇൻറ്റു ഡി എക്സ്. ഇതാണ് സ്റ്റേഷനറി പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഈ സെക്കൻഡ് ഇൻ്റഗ്രൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പാടാണ്. സോ അത് സെപ്പറേറ്റ് എടുത്തു കഴിഞ്ഞാൽ ടേക്കിംഗ് ദ സെക്കൻഡ് ഇൻ്റഗ്രൽ integral x1 to x2 dou f by dou y dot into dou y dot divided by dou alpha dx is equal to integral x1 to x2 dou f by dou y dot into dou square y by dou x dou alpha. ഇതാണ് സെക്കൻഡ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഇൻ്റഗ്രൽ x1 to x2 dou f by dou y dot into dou square y by dou x dou into dx is equal to dou x is equal to dou f by dou y dot into dou y by dou alpha into x1 to x2 minus integral x1 to x2 d by dx dou f by dou y dot into dou y by dou alpha into dx. ഇവിടെ ഈ ഇക്വേഷൻ എല്ലാം ഓരോ കർവ്സ് ആണ് തരുന്നത്. ഓൾ കർവ്സ് പാസ് ത്രൂ x1, y1 ആൻഡ് x2, y2. ഇനി ഇത് ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഇൻ്റഗ്രൽ നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ integral in equation 1 we have substituting the integral in equation 1 we have dj by d alpha is equal to integral x1 to x2 dou f by dou y minus d by dx of dou f by dou y dot into dou y by dou alpha into dx. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷൻ ഫോർ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദ കണ്ടീഷൻ ഫോർ സ്റ്റേഷനറി സ്റ്റേറ്റ് ഈസ് ഡി ജെ ബൈ ഡി ആൽഫ ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ഈ ടേം ഈക്വൽ ടു 0 വരും. ഡോ എഫ് ബൈ ഡോ വൈ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ ഡോട്ട് ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ 2 എന്ന് പറയുന്നത്, യൂളേഴ്സ് ലഗ്രാഞ്ചിയൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. യൂളേഴ്സ് ലഗ്രാഞ്ചിയൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി
ഇവിടെ നമ്മളൊരു ഡിഫറൻഷ്യൽ ക്വാണ്ടിറ്റി ദ ഡിഫറൻഷ്യൽ ക്വാണ്ടിറ്റി ഡോ വൈ ബൈ ഡോ ആൽഫ അറ്റ് 0 ഇൻറ്റു ഡി ആൽഫ എന്ന് പറയുന്നത് ദ ഡിഫറൻഷ്യൽ ക്വാണ്ടിറ്റി ഡോ വൈ ബൈ ഡോ ആൽഫ 0 ഇൻറ്റു ഡി ആൽഫ ഈക്വൽ ടു ഡെൽ വൈ. അതായത് ഡെൽ വൈ എന്ന് പറയുന്ന ടേം ഗീവ്സ് ദ ഇൻഫിനിറ്റിസിമൽ ഡിപ്പാർച്ചർ ഓഫ് വേരീഡ് പാത്ത് ഫ്രം കറക്റ്റ് പാത്ത് വൈ. അപ്പം ഡെൽ വൈ ഗീവ്സ് ദ ഇൻഫിനിറ്റിസിമൽ departure of varied path from y of x. This gives the very small departure of varied path from y of x. Similarly, the variation from j is given by variation of j from correct path is given by variation of j from correct path is given by dj by d alpha. ഇത് നേരത്തെ ഡെൽ വൈ പറയുമ്പോഴത്തേനും ഇവിടെ ഡോ വൈ ബൈ ഡോ ആൽഫ ആയിരുന്നു. ജെ പറയുമ്പോഴത്തേനും ഇവിടെ ഡി ജെ ബൈ ഡി ആൽഫ 0 ഡി ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽ ജെ ആണ്. ഇനി the assertion that j is stationary for correct path. The assertion that j is stationary for correct path is given by del j is equal to integral x1 to x2 dou f by dou y minus d by dx dou f by dou y dot into del y dx. The assertion that j is stationary for the correct path is given by del j is equal to integral x1 to x2 dou f by dou y minus d by dx of dou f by dou y dot into del y dx. ഇതാണ് വേരിയേഷൻ എന്ന് പറയുന്നത്. അതായത് ജെയ്ക്ക് നമ്മൾ കൺസിഡർ ചെയ്ത ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത ലൈൻ ഇൻ്റഗ്രൽ ജെയുടെ കറക്റ്റ് പാത്തിൽ നിന്നുള്ള വേരിയേഷൻ എന്ന് പറയുന്നത് ഡെൽ ജെ ആണ് വരുന്നത്. അപ്പോൾ ഡെൽ വൈ എന്ന് പറയുന്നത് ഡിപ്പാർച്ചർ ഓഫ് വേരീഡ് പാത്ത് വൈ ഓഫ് എക്സിൻ്റെ വേരിയേഷനാണ് ഡെൽ ജെ തരുന്നത്. അതേപോലെ തന്നെ കറക്റ്റ് പാത്തിൽ നിന്നുള്ള ജെയുടെ വേരിയേഷൻ ആണെന്ന് ഡെൽ ജെ എന്ന് പറയുന്നത് ഡി ജെ ബൈ ഡി ആൽഫ. ഡി ജെ ബൈ ഡി ആൽഫയുടെ വാല്യൂ ആണ് ഇതെന്ന് പറയുന്നത്. ഡോ എഫ് ബൈ ഡോ വൈ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ ഡോട്ട് ഇൻറ്റു ഡെൽ വൈ ഡി എക്സ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു കൺസർവേറ്റീവ് ഹോളോനോമിക് സിസ്റ്റത്തിന് ടൈം T1 to T2 ഉള്ള മോഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ടൈം T1 to T2 വരെയുള്ള മോഷന് അതിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ എസ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ T1 to T2 LDT ഹാസ് സ്റ്റേഷനറി വാല്യൂസ് ഫോർ കറക്റ്റ് പാത്ത് ഓഫ് മോഷൻ. ഇവിടെ എസ് എന്ന് പറയുന്നത് ഹാമിൽട്ടൺസ് പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ക്യാൻ ബി എക്സ്പ്രസ് ആസ് ഡെൽ ഇൻ്റഗ്രൽ T1 to T2 LDT ഈസ് ഈക്വൽ ടു 0. ഇവിടെ ഡെൽ എന്ന് പറയുന്നത് വേരിയേഷൻ. അതാണ് ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഒരു പാത്തിൻ്റെ വേരിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് വൈ ഡോട്ട് എക്സ് കൺസിഡർ ചെയ്യണം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഓൺ എ പാത്ത് y is equal to y of x between two values x1 and x2. Consider a function f of y dot x defined on y is equal to y of x between 2 points x1 and x2. The path y of x for particular path y of x, the line integral is given by j is equal to integral T1 to T2 f of y dot x dx. ഇവിടെ x plays the role of t. പിന്നെ കറക്റ്റ് പാത്ത് is given by കറക്റ്റ് പാത്ത് എന്ന് പറയുന്നത് y of x, ആൽഫ വിത്ത്
y ഓഫ് എക്സ് കോമ സീറോ എന്ന് പറയുന്നതാണ് കറക്റ്റ് പാത്ത്, അതായത് സ്ട്രൈറ്റ് പാത്ത്. y ഓഫ് എക്സ് കോമ ആൽഫ എന്ന് പറയുന്നത് വേരിയേഷനുള്ള പാത്ത്. ഇനി നമ്മളൊരു ഫംഗ്ഷൻ സെലക്ട് ചെയ്ത് ഈറ്റ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വാനിഷ് ചെയ്യും, അതായത് ഇല്ലാതാകുന്നത് എവിടെയാണ്? x1ലും x2ലുമാണ്. ബാക്കി എല്ലാ സ്ഥലത്തും വേരിയേഷൻ ഉണ്ട്. ഈറ്റ എന്ന് പറയുന്നത് വേരിയേഷനാണ്, ഓക്സിലറി ഫംഗ്ഷൻ. അത് x1ലും x2ലും വാനിഷ് ചെയ്യും, അവിടെ 0 പിന്നെ the varied path are given by y of x comma alpha. Varied path എന്ന് പറയുമ്പോൾ ആ പാത്തിനുള്ള വേരിയേഷൻ, അതായത് സ്ട്രൈറ്റ് പാത്താണ് y of x comma 0 എന്ന് പറയുന്ന സ്ട്രൈറ്റ് പാത്ത്. വേരിയഡ് പാത്ത് എന്ന് പറയുന്നത് y of x comma alpha. അപ്പോൾ the varied path is given by y of x comma alpha is equal to y of x comma 0 plus alpha into eta of x. ഇവിടെ both y of x and auxiliary function eta of x are well behaved function. Both y of x and auxiliary function eta of x are well behaved function. പിന്നെ ജെ ഈസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് ആൽഫ. ആദ്യം നമ്മൾ ജെ വൈയുടെയും വൈ ഡോട്ടിൻ്റെ എക്സിൻ്റെയും ടേംസിലാണ് ജെ പറഞ്ഞത്. ഇനി ജെ എന്ന് പറയുന്നത് ആൽഫയുടെ ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വേരിയേഷൻ സംഭവിക്കുമ്പോൾ ജെ എന്ന് പറയുന്നത് ജെ ഓഫ് ആൽഫ ഈസിക്കൽ ടു ഇൻ്റഗ്രൽ x1 to x2 എഫ് ഓഫ് വൈ ഓഫ് എക്സ് കോമ ആൽഫ വൈ ഓഫ് വൈ ഡോട്ട് എക്സ് കോമ ആൽഫ എക്സ് ഡി എക്സ്. അതാണ് ജെ ഓഫ് ആൽഫ എന്ന് പറയുന്നത്. ഇനി കണ്ടീഷൻ ഫോർ ഒപ്റ്റൈനിങ് സ്റ്റേഷനറി പോയിന്റ് എന്ന് പറയുന്നത് ഡി ജെ ബൈ ഡി ആൽഫ ഈക്വൽ ടു 0 ആണ്. അതിലോട്ട് നമ്മൾ ജെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ x1 to x2 ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ആൽഫ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഡോട്ട് ഇൻറ്റു ഡോ വൈ ഡോട്ട് ബൈ ഡോ ആൽഫ ഇൻറ്റു ഡി എക്സ്. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ജെ ആൽഫയുടെ ടൈമിൽ എടുത്തിട്ട് ആൽഫ വെച്ച് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ x1 to x2 ഡോ എഫ് ബൈ ഡോ വൈ ഡോട്ട് ഇൻറ്റു ഡോ വൈ ഡോട്ട് ഇൻറ്റു ഡോ ആൽഫ ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ x1 to x2 ഡോ എഫ് ബൈ ഡോ വൈ ഡോട്ട് ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് ഡോ ആൽഫ ഇൻറ്റു ഡി എക്സ്. ഇനി ഇതിനെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇപ്പം നമുക്ക് ജെ എടുത്തു, ജെ ആൽഫയുടെ ടൈമിൽ നമ്മൾ എഴുതി, ആൽഫയുടെ ടൈമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇതിൻ്റെ സെക്കൻഡ് ഇൻ്റഗ്രൽ വൈ ഡോട്ടുള്ള ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അത് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും കിട്ടുന്നത് ഡോ എഫ് ബൈ ഡോ വൈ ഡോട്ട് ഇൻറ്റു ഡോ വൈ ബൈ ഡോ ആൽഫ x1 to x2 മൈനസ് ഇൻ്റഗ്രൽ x1 to x2 ഡി ബൈ ഡി എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ ഡോട്ട് ഇൻറ്റു ഡോ വൈ ബൈ ഡോ ആൽഫ ഇൻറ്റു ഡി എക്സ്. ഇവിടെ all the curve passes through x1 y1 and x2 y2. ഇനി ഇത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി ജെ ബൈ ഡി ആൽഫ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ x1 to x2 ഡോ എഫ് ബൈ ഡോ വൈ ഡോ എഫ് ബൈ ഡോ വൈ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ ഡോട്ട് ഇൻറ്റു ഡോ വൈ ബൈ ഡോ ആൽഫ ഇൻറ്റു ഡി എക്സ്. ഇവിടെ ദ കണ്ടീഷൻ ഫോർ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡി ജെ ബൈ ഡി ആൽഫ ഈക്വൽ ടു 0, അതായത് ഈ ടേം ഈക്വൽ ടു 0. ഇവിടെ ദ ഡിഫറൻഷ്യൽ ക്വാണ്ടിറ്റി, അതായത് വൈക്ക് ഉണ്ടാകുന്ന വേരിയേഷൻ എന്ന് പറയുന്നത് ഡെൽ വൈ ആണ് തരുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡോ വൈ ബൈ ഡോ ആൽഫ ഇൻറ്റു ഡി ആൽഫയാണ്. ജെയുടെ വേരിയേഷൻ, അതായത് കറക്റ്റ് പാത്തിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ഡി ജെ ബൈ ഡി ആൽഫ ഇൻറ്റു ഡി ജെ ബൈ ഡി ആൽഫ ഇൻറ്റു ഡി ആൽഫ ആണ് ഡെൽ ജെ എന്ന് പറയുന്നത്. ഡി ജെ ബൈ ഡി ആൽഫ ഇൻറ്റു ഡി ആൽഫ എന്ന് പറയുന്നതാണ് ഡെൽ ജെ. J is stationary for correct path is given by the assertion that J is stationary for the correct path is given by del J is equal to integral x1 to x2 dou f by dou y minus d by dx of dou f by dou y dot into del y into dx. ഇതാണ് ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിളും some techniques for calculus of variation.